Hi students. Last day we were seeing some of the advantages or the functions of various intermediaries in a logistic system. ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് വേരിയസ് ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഇൻ്റർമീഡിയറീസ്. ഓരോരോ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. മേജർ രണ്ട് ഇൻ്റർമീഡിയറീസ് ആണ് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്താണ്? വാട്ട് ആർ ദ മേജർ സർവീസസ് ദേ ആർ പ്രൊവൈഡിങ് ടു ദി manufacturers as well as to the consumers that are to be discussed. First, the functions and services of a wholesaler to the manufacturer. ഒരു മാനുഫാക്ചർ എന്തെല്ലാം സർവീസസ് ആണ് ഹോൾസെയിലർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫോർ വിച്ച് ദ ഫസ്റ്റ് വൺ ഇസ് ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇറ്റ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. ദാറ്റ് ഈസ് wholesalers always purchase goods from the manufacturers in bulk quantity and distribute it in small quantities to the retailers. അപ്പം വലിയൊരു ഓർഡർ ആയിരിക്കും നമ്മുടെ നോർമൽ ഹോൾസെയിലേഴ്സ് എടുക്കുന്നത്. അങ്ങനെ വലിയ ഓർഡേഴ്സ് എടുത്തിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കും. അങ്ങനെ വലിയ ഓർഡേഴ്സിൽ എടുക്കുമ്പോൾ നമ്മുടെ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യണം? അത്രയും ഓർഡേഴ്സിൽ തന്നെ അവർ പ്രൊഡ്യൂസും ചെയ്യേണ്ടി വരും. സോ ദേ വിൽ ബി ഹാവിങ് എ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എക്കണോമീസ് ഓഫ് സ്കെയിലായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദേ ഗെറ്റ് സം അഡ്വാൻറ്റേജ് ഓഫ് ദിസ് large scale production also. That is the first one, facilitating a large scale production. Second one is bearing risk. Wholesalers take the delivery of goods from the manufacturer and keep them in their own warehouses. എങ്ങനെയാണ് ഹോൾസെയിലേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ വലിയ ക്വാണ്ടിറ്റീസ് വാങ്ങിയിട്ട് അവരുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവർ പ്രൈസ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ പ്രൈസ് നല്ല രീതിയിൽ വരുമ്പോഴായിരിക്കും അവർ സെൽ ചെയ്യുന്നത്. ബട്ട് സം കേസസ് ഈ പ്രൈസ് പിന്നെ റേസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ വരാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രൈസ് കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളും അതുപോലെ എന്തെങ്കിലും തെഫ്റ്റോ സ്പോയിലേജോ ആ ഗുഡ്സിന് സംഭവിച്ചാലും എല്ലാ റിസ്ക്കും ഹോൾഡ് ചെയ്യേണ്ടത് മാനുഫാക്ചർ ഒരു ഹോൾസെയിലർ ആയിരിക്കും. അപ്പോൾ മാനുഫാക്ചർ വിൽ ബി സേവ്ഡ് ഫ്രം ഓൾ കൈൻഡ് ഓഫ് fall in the prices and any kind of theft and spoilage of these materials. So they will be having lower risk. അപ്പോൾ ഒരു മാനുഫാക്ചറിന് റിസ്ക് കുറവായിരിക്കും. ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട് ബൈ ദി ഹോൾസെയിലേഴ്സ് മെയിൻലി. തേർഡ് വൺ ഇസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഹോൾസെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണ്? ക്യാഷ് ബേസിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരിക്കും കൊടുക്കുക ബൾക്സ് പർച്ചേസിന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഹോൾസെയിലേഴ്സ് നോർമലി ദേ ആർ ഗിവിങ് എ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദി മാനുഫാക്ചേഴ്സ്. അങ്ങനെ ക്യാപിറ്റൽ എപ്പോഴും അവർക്കുണ്ടാവും. ദാറ്റ് ഈസ് മാനുഫാക്ചർ വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഐദർ ഇൻ ക്യാഷ് ഓർ ഇൻ ക്രെഡിറ്റ് ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് മാനുഫാക്ചേഴ്സിന് ക്യാഷ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫോർത്ത് വൺ ഇസ് ദ എക്സ്പേർട്ട് അഡ്വൈസ്. ഹോൾസെയിലേഴ്സ് ആയിരിക്കും മാനുഫാക്ചേഴ്സിന്, നമ്മുടെ റീറ്റെയിലേഴ്സിന് എന്താണ് ആവശ്യം, അവർക്ക് ഏത് പൊസിഷനിലാണ് ഇപ്പം ആ മാർക്കറ്റിൻ്റെ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണ്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു ഹോൾസെയിലർ അവരുടെ മാനുഫാക്ചേഴ്സിനെ അറിയിക്കുന്നുണ്ടാവും. സോ ദേ വിൽ ബി ഗിവിങ് എൻ എക്സ്പേർട്ട് അഡ്വൈസ്. ആദ്യം കസ്റ്റമറിൽ നിന്ന് റീറ്റെയിലേഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് റീറ്റെയിലേഴ്സിൽ നിന്നായിരിക്കും ഹോൾസെയിലേഴ്സിന് അതിനുള്ള ഡീറ്റെയിൽസ് കിട്ടുക. സോ ദേ വിൽ ബി ഹാവിങ് ദ എക്സ്പേർട്ട് നോളജ് ആൻഡ് എക്സ്പേർട്ട് നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻസ്. ആ ഇൻഫർമേഷൻസ് ദേ വിൽ ഗീവ് ടു ദി മാനുഫാക്ചേഴ്സ്. ദാറ്റ്സ് ഹെൽപ്പിംഗ് ദ മാനുഫാക്ചേഴ്സ് ടു ഹാവ് ആൻ എക്സ്പേർട്ട് അഡ്വൈസ് ഫ്രം ദി ഹോൾസെയിലേഴ്സ്. ദാറ്റ് ഈസ് ദ fourth one, expert advice providers. That is wholesalers act as an expert advice providers for the manufacturers. Next one is helps in marketing function. Wholesalers marketing help you. How they will help in the activities like the market research, transportation, warehouse. ഇതെല്ലാം മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വെയർ ഹൗസിംഗ് ആണെങ്കിലും മാർക്കറ്റ് റിസർച്ച് ആണെങ്കിലും ഇതിനെല്ലാം ഒരു ഗൈഡായിട്ട് നമ്മുടെ ഹോൾസെയിലേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദേ വിൽ ബൈ ബൾക്ക് പർച്ചേസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഇറ്റ് ടു ദ റീറ്റെയിലേഴ്സ്. സോ ദേ ആക്ട് ആസ് എ മേജർ മാർക്കറ്റിംഗ് ഫങ്ഷൻ. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂറ്റി. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെങ്കിൽ ആര് വേണം? ഹോൾസെയിലേഴ്സ് നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ആൻഡ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് ആവശ്യമുള്ളപ്പോൾ മാത്രം ആ ഗുഡ്സ് കൊടുക്കും. പക്ഷേ നോർമൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ടി വരും മാനുഫാക്ചറിന്. സോ ദിസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ഹോൾസെയിലർ ടു പ്രൊവൈഡ് ദ കണ്ടിന്യൂസ്
production function in a manufacturing unit. Next one is storage. Wholesalers ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബൾക്ക് ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്ത് they will be storing it in the warehouse. അപ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ സ്റ്റോറേജും അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോയിലേജ് ഒന്നും ഒരിക്കലും നമ്മുടെ മാനുഫാക്ചേഴ്സിന് ബിയർ ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഹോൾസെയിലേഴ്സ് വിൽ പ്രൊവൈഡ് ദ ടൈം യൂട്ടിലിറ്റി. അവർ ഏത് ടൈമിലാണോ അത് നല്ല രീതിയിൽ പർച്ചേസ്ഡ് ആവുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അതിനനുസരിച്ച് കസ്റ്റമറിലേക്ക് എത്തിച്ചോളും. സോ ദേ ഡോണ്ട് വോണ്ട് ടു കെയർ, ദാറ്റ് ഈസ് the manufacturers do not want to care about the storage facilities. So these are the major functions and the services of a wholesaler. That is, to the manufacturer, they facilitate large-scale production. They bear the risk. The wholesalers bear the risk of spoilage or theft or anything. The wholesalers give the financial assistance to the manufacturers for the production function. They give expert advice to the manufacturers by collecting it from the customers and the retailers. The wholesalers helps in the marketing function also. അവരായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ചെയ്യുന്നത്. സോ ദേ എയ്ഡ് ഇൻ ദ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. ദി ഹോൾസെയിലേഴ്സ് ഫെസിലിറ്റേറ്റ് ദ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടും നമ്മുടെ ഹോൾസെയിലേഴ്സ് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ദേ വിൽ സ്റ്റോർ ദി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഇൻ ദർ സ്റ്റോർസ്. ആൻഡ് ദസ് ദ സ്റ്റോറേജ് ഫെസിലിറ്റി ഓൾസോ ഇസ് നോട്ട് എ ബർഡൻ ഫോർ ദി manufacturers. These are the major functions and services of a wholesaler. Next one is, what are the functions to a retailer? ഒരു റീറ്റെയിലേഴ്സിന് എന്തെല്ലാം ഫങ്ഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ്? ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. ദാറ്റ് ഇസ് ഈ ഹോൾസെയിലേഴ്സിലേക്ക് നമ്മൾ കൊടുത്തു, എന്നിട്ട് ആ ഗുഡ്സ് ഹോൾസെയിലേഴ്സിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്ക് എത്തുന്നു. അതിനുശേഷമായിരിക്കും കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിനുള്ള ഗുഡ്സിൻ്റെ അവൈലബിലിറ്റി ആക്കി കൊടുക്കുന്നത് ദീസ് ഹോൾസെയിലേഴ്സ്. Okay, that is the one advantage. The wholesaler buys പല മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് അത് അസംബിൾ ചെയ്ത് വേണ്ട റീറ്റെയിലേഴ്സിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദ റീറ്റെയിലേഴ്സ് നീഡ് നോട്ട് ഗോ ഡയറക്ട്ലി ടു ദി മാനുഫാക്ചേഴ്സ് ആൻഡ് കളക്ട് ഇറ്റ്. ഒരിക്കലും മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട ചെറിയ ക്വാണ്ടിറ്റീസിൽ വാങ്ങാൻ പറ്റത്തില്ല ഒരു റീറ്റെയിലറിന്. അപ്പോൾ ഹോൾസെയിലർ പലയിടത്തു നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് വാങ്ങിയാൽ മതിയായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. സെക്കൻഡ് വൺ ഇസ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. Wholesalers will undertake the advertisements and other kind of promotion activities. അവർ കൂടുതൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കും, അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കും. അങ്ങനെ നോർമലി ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ അതിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നത് നോർമലി നമ്മുടെ ഹോൾസെയിലേഴ്സ് ആവും. സോ റീറ്റെയിലേഴ്സ് ഡു നോട്ട് വോണ്ട് ടു ഡു much work on the marketing. Okay, that is the second function. Third one is a grant of credit. Wholesalers always provide ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു റീറ്റെയിലേഴ്സ് ബൈ സെല്ലിംഗ് ഗുഡ്സ് ടു ദം ഓൺ ക്രെഡിറ്റ് ബേസിസ്. നമുക്കറിയാം ഹോൾസെയിലേഴ്സ് എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിന് കുറച്ച് ക്രെഡിറ്റിന് കൊടുക്കും. എന്നുവെച്ചാൽ ഇപ്പം ഗുഡ്സ് കൊണ്ടുപോയിക്കോളൂ, കുറച്ച് നാളിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന രീതിയിൽ ഒരു ക്രെഡിറ്റ് ബേസിലുള്ള സെയില് ഹോൾസെയിലേഴ്സ് നമ്മുടെ റീറ്റെയിലേഴ്സിന് കൊടുക്കും. സോ they will be having some relief in handling their working capital. അവർക്ക് ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതർവൈസ് they may have to give a much investment on the working capital for managing their business, the retailers. നെക്സ്റ്റ് വൺ സ്പെഷ്യലൈസ്ഡ് നോളജ്. ഹോൾസെയിലേഴ്സിനായിരിക്കും ഒരു പ്രൊഡക്റ്റ് ലൈനെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഐഡിയ ഉള്ളത്, അതുപോലെ മാർക്കറ്റിൻ്റെ പൾസ് അറിയാൻ പറ്റുന്നതും ഹോൾസെയിലേഴ്സിനായിരിക്കും. അപ്പോൾ ആ ബെനിഫിറ്റ് അവരുടെ നോളജ് എല്ലാം അവർ റീറ്റെയിലേഴ്സിലേക്ക് കൊടുക്കുക. They inform the retailers about the new products and the uses, quality, prices, what are the customer preferences. ഇതെല്ലാം കൊടുക്കുന്നത് ഒരു ഹോൾസെയിലർ ആയിരിക്കും. സോ ഹോൾസെയിലർ വിൽ ഗീവ് സ്പെഷ്യലൈസ്ഡ് നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ മാർക്കറ്റ് ടു ദി റീറ്റെയിലേഴ്സ്. ആൻഡ് ലാസ്റ്റ് വൺ റിസ്ക് ഷെയറിംഗ്. ഹോൾസെയിലേഴ്സ് ആണ് ലാർജ് ക്വാണ്ടിറ്റി ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാനുഫാക്ചറിനും ഗുണമാണ്, അതേപോലെ റീറ്റെയിലേഴ്സിനും ഗുണമാണ്. അവർക്കൊരിക്കലും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല, പ്രൈസ് ഫ്ലക്ച്വേഷൻസിൻ്റെ പേടി വേണ്ട, ഗുഡ്സ് ഡാമേജ് ആവുമെന്നുള്ള സംശയം വേണ്ട. സോ the wholesalers are providing greater facility functions to the retailers like availability of goods, marketing support, grant of credit and specialized knowledge about the market and the product, and the risk sharing of the spoilage against the spoilage and price fluctuation. So these are the major functions of a wholesaler to the retailer. So we have discussed the functions of the wholesaler to the manufacturer and to the retailer.
So now we want to move into the term retailing. Retailing എന്താണ്? What is its importance of retailers? അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. What is meant by retailing? It is from a French word retailer. Retailer എന്ന ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് റീറ്റെയിലർ വന്നിട്ടിരിക്കുന്നത്, വിച്ച് മീൻസ് ടു കട്ട് അഗെയിൻ. റീറ്റെയിലർ എന്ന് വെച്ചാൽ നമ്മുടെ ഹോൾസെയിലേഴ്സിൽ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം എടുത്ത് കസ്റ്റമറിലേക്ക് എത്തുന്നുണ്ടല്ലേ, അതുകൊണ്ട് റീറ്റെയിലിൻ്റെ അർത്ഥവും ടു കട്ട് അഗെയിൻ ആണ്. ദിസ് ഇസ് എ ഫ്രഞ്ച് വേർഡ് ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ദ ട്രേഡിംഗ് ആക്ടിവിറ്റി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഫോർ പേഴ്സണൽ ഓർ നോൺ ബിസിനസ് യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സും സർവീസസും എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി, ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് റീറ്റെയിലിംഗ് പറയുന്നത്. പക്ഷേ ഹോൾസെയിലേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചു കൊടുക്കുന്നവരാണ്. ബട്ട് റീറ്റെയിലേഴ്സ് ആർ those who provide goods and services for the ultimate consumers for their personal or non-business use. അതല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻഡ് ഇറ്റ് ആസ് ദ activities involved in selling directly to the consumers and includes all forms of selling to the ultimate consumers. Ultimate consumersലേക്ക് എത്തിക്കുന്ന സെല്ലിങ്ങിനെയാണ് നമ്മൾ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. That is selling of varied goods in small quantities to the ultimate user. ഹോൾസെയിലിങ്ങിന് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ടൈപ്പ് ഓഫ് ഗുഡ് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മുടെ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് കൊടുക്കുന്നത് ഫോർ ദ ബിസിനസ് പർപ്പസ്. പക്ഷേ ഒരു റീറ്റെയിലിങ്ങിൽ വേരിയഡ് ഗുഡ്സ് ആയിരിക്കും, അത് സ്മോൾ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടായിരിക്കും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മൾട്ടി സ്റ്റോഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പം ഹൈപ്പർ മാർക്കറ്റ്സ് അങ്ങനെയെല്ലാം കേൾക്കാത്തില്ലേ, വാൾമാർട്ട് പോലെ. എന്ന് വെച്ചാൽ പല പല ക്വാണ്ടിറ്റിയുള്ള ഗുഡ്സ് ഉണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ നീഡ്സിനനുസരിച്ച് വന്ന് കളക്ട് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഒരു ടെക്സ്റ്റൈൽ ഹോൾസെയിൽ ഷോപ്സ് എന്നൊക്കെ പറയുന്നത് അത് ഹോൾസെയിലിംഗ് ആണ്. അത് ഒരേ കൈൻഡ് ഓഫ് ഗുഡ്സ് തന്നെ കസ്റ്റമറിന് കൊടുക്കത്തുള്ളൂ. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ റീറ്റെയിലിംഗ്. നൗ ദ ഇമ്പോർട്ടൻസ് ഓർ ദ റിലവൻസ് ഓഫ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് എന്തിനാണ് ആവശ്യം, അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ദേ ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ഇൻ ദ ബിസിനസ് മാർക്കറ്റിംഗ് ചാനൽ. മാർക്കറ്റിംഗ് ചാനലിൽ ഹോൾസെയിലേഴ്സിൻ്റെയും അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്നൊരു ഇൻ്റർമീഡിയറിയാണ് റീറ്റെയിലേഴ്സ്. ദേ ആർ സ്പെഷ്യലിസ്റ്റ് ഇൻ സെല്ലിംഗ് ഗുഡ്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിലേക്ക് കറക്റ്റായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാനും റീറ്റെയിലേഴ്സാണ് ആവശ്യമുള്ളത്. ദേ ക്രിയേറ്റ്സ് ദ ടൈം, പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ദർ ആർ 3 ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി. ദാറ്റ് ഇസ് ടൈം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, പൊസിഷൻ യൂട്ടിലിറ്റി. ഒരു സമയത്തിനുണ്ടാവുന്നൊരു യൂട്ടിലിറ്റി ഉണ്ടാവും ഒരു ഗുഡ്സിന്. എന്ന് വെച്ചാൽ നമുക്ക് റെയിനി സീസണിൽ വേണ്ടി റെയിൻ കോട്ട്സ് വേണം. പക്ഷേ റെയിൻ കോട്ട്സ് അല്ലാത്ത നോർമൽ സീസൺസിലാണെങ്കിൽ അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. സോ ഇറ്റ് ഈസ് ഹാവിങ് ടൈം യൂട്ടിലിറ്റി. ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എൻ്റെ യൂട്ടിലിറ്റി വേരി ചെയ്യുന്നത്. പിന്നെ റെയിനി സീസൺ ഇറ്റ് ഹാസ് യൂട്ടിലിറ്റി ആൻഡ് ഇൻ അതർ സീസൺ ഇറ്റ് ഡസൻ ഹാവ്. സിമിലർലി പ്ലേസ് യൂട്ടിലിറ്റി സ്ഥലത്തിനനുസരിച്ചും ഉണ്ടാവും. ഇപ്പം ഒരു ഇൻഡിജിനസ് പ്രൊഡക്റ്റാണ്. ഇപ്പം നിങ്ങൾ ഇടുക്കിയിലെ ടീ, കോഫി എന്ന ഇതിന് ഇവിടെ എത്ര വിലയാണോ അതിനേക്കാളും വളരെ ഇരട്ടി വിലയായിരിക്കും ഫോറിൻ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ദ പ്ലേസ് യൂട്ടിലിറ്റി. നമ്മുടെ സ്ഥലത്ത് അത് അത്രയും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും പ്രൈസ് ഇവിടെ ഇല്ലാത്തത്. ബട്ട് ഓൺ ഫോറിൻ കൺട്രി വേർ കാൺ ബി കൾട്ടിവേറ്റഡ്, ഇറ്റ് ഈസ് ഹാവിങ് എ ഗ്രേറ്റർ പ്ലേസ് യൂട്ടിലിറ്റി. സിമിലർലി പൊസിഷൻ യൂട്ടിലിറ്റി. ആർക്കാണോ അതിൻ്റെ നമുക്ക് കൈ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു യൂട്ടിലിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് പൊസിഷൻ യൂട്ടിലിറ്റി പറയുന്നത്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാനും റീറ്റെയിലേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ദേ ഓൺലി ക്രിയേറ്റ് ദ പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ആൻഡ് നീഡി പീപ്പിളിന് ആവശ്യമുള്ളപ്പോൾ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്ന റീറ്റെയിലേഴ്സിനാണ്. ആൻഡ് ദ റീറ്റെയിലേഴ്സ് ഹാവ് ടു ഡു ദ സെല്ലിംഗ് ഇൻ ആൻഡ് സെല്ലിംഗ് ഔട്ട്. 2 പ്രോസസ് അവർ ചെയ്യുന്നുണ്ട്. അതായത് സെല്ലിംഗ് ഇൻ ആൻഡ് സെല്ലിംഗ് ഔട്ട്. സെല്ലിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് ഹോൾസെയിലേഴ്സിൽ നിന്ന് വാങ്ങി അവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിനെ സെല്ലിംഗ് ഇൻ എന്ന് പറയും. അതേപോലെ സെല്ലിംഗ് ഔട്ട് മീൻസ് വി ആർ ഡൂയിങ് സം ആക്ടിവിറ്റീസ് ലൈക്ക് ദ കൺസ്യൂമർ അഡ്വർടൈസിങ്, സെയിൽസ്, ഡിസ്പ്ലേ, ഇതെല്ലാം ചെയ്യുന്നുണ്ട് റീറ്റെയിലേഴ്സ് ഇല്ലേ. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്സിലെല്ലാം നമ്മളിപ്പോൾ ഒരു തുണിക്കടയാണെങ്കിൽ തന്നെ കാണാറുണ്ട്, അവർ ഡിസ്പ്ലേ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അവർ അഡ്വർടൈസിങ് കൊടുക്കുന്നുണ്ടാവും ആ പ്രൊഡക്റ്റിന്. സോ ദേ ആർ ഡൂയിങ് ബോത്ത് സെല്ലിംഗ് ഇൻ ആൻഡ് സെല്ലിംഗ് ഔട്ട്. സെല്ലിംഗ് ഇൻ means they are purchasing and storing. Selling out means they are giving it through various kinds of activities. And these retailers help in the physical flow of goods, storing them and provide two-way information. So wholesalers-നുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കൺസ്യൂമേഴ്സിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. That is, they have the two-way information and they involves the physical flow of goods and store them. So these are the major importance and relevance of retailers. Similarly, some of the aspects
are also made by the retailers, like providing personal service to consumers. കസ്റ്റമേഴ്സിന് പേഴ്സണൽ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും റീറ്റെയിലേഴ്സ് ആണ് അല്ലേ. ഒരു മാനുഫാക്ചറിനോ ഹോൾസെയിലേഴ്സിനോ ഡയറക്റ്റ് ഡീലിംഗ് ഉണ്ടാവില്ല ഒരു കസ്റ്റമറുമായിട്ട്. സോ വാട്ട് ആർ ദെയർ ക്വറീസ്, വാട്ട് ആർ ദെയർ വോൺസ്, വാട്ട് ദേ വോണ്ട് ആസ് എ ആഫ്റ്റർ സർവീസ്, ഇതൊന്നും ഒരിക്കലും ഹോൾസെയിലേഴ്സിനോ മാനുഫാക്ചേഴ്സിനോ അറിയാൻ പറ്റില്ല. ഓൺലി ദ റീറ്റെയിലേഴ്സ് ഹെൽപ്പ് ഇൻ പ്രൊവൈഡിങ് ദം വിത്ത് ദ പേഴ്സണൽ സർവീസസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ്. ദെൻ എക്സ്റ്റെൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. കൺസ്യൂമേഴ്സിന് തന്നെ ചിലപ്പോൾ കടത്തിലൊക്കെ നമ്മൾ സാധനങ്ങൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിൽ നമ്മൾ വാങ്ങി കൊടുക്കാനുള്ള ഫെസിലിറ്റിയും നമ്മുടെ റീറ്റെയിലേഴ്സിനുണ്ട്. തേർഡ്, ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിമാൻഡ് ബൈ വിൻഡോ ഡിസ്പ്ലേ. തുണിക്കടകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഷോപ്സിലെല്ലാം നമ്മൾ ഡിസ്പ്ലേസ് കാണാമല്ലോ, വിൻഡോ ഡിസ്പ്ലേസ്. അങ്ങനെ വിൻഡോ ഡിസ്പ്ലേസ് വെച്ചിട്ടാണ് ദേ ക്രിയേറ്റ് ദ ഡിമാൻഡ്. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ആയി വരുന്നത് വിൻഡോ ഡിസ്പ്ലേസിലൂടെയാണ്. വിച്ച് വിൽ എയ്ഡ് ഓൾസോ ദ ഹോൾസെയിലേഴ്സ് ആൻഡ് ഇൻ ടേൺ ദ മാനുഫാക്ചേഴ്സ് ഓൾസോ. Okay, next one is they undertake the physical movements of goods and service. Physical movement of goods and services provide ചെയ്യുന്ന റീറ്റെയിലേഴ്സ് ആണ്. Then they facilitate the standardization and grading. ഒരു ഗുഡിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് റീറ്റെയിലറാണ്. റീറ്റെയിലറാണ് കൺസ്യൂമറിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ്, അവർ എത്രത്തോളം പൈസ ഒരു കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യും എന്ന രീതിയിലൊക്കെ അറിയുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റിനെ ഗ്രേഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ അതുപോലെ പർച്ചേസ് ചെയ്യും, അതല്ലാത്തുള്ളത് കുറച്ച് പ്രൈസിലായിരിക്കും കൊടുക്കുന്നത്. സോ ദേ ഹാവിങ് ദ ഫെസിലിറ്റി ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ദി ഗ്രേഡിങ്. And they are the ones who assemble the goods from the various sources. Various വലിയ വലിയ ഹോൾസെയിലേഴ്സിൽ നിന്ന് ഗുഡ്സ്, പല ടൈപ്പ് ഗുഡ്സ് കളക്ട് ചെയ്ത് അത് ഒരുപോലെയാക്കി പ്രൊവൈഡ് ചെയ്യുന്നതും റീറ്റെയിലേഴ്സാണ്. സോ ദേ ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ഹോൾസെയിലേഴ്സ് ആൻഡ് ദി consumers. And they are the ones who stock goods for ready supply to buyers. For the ready supply to the buyers, that is buyers want to buy it directly. അങ്ങനെ ഡയറക്റ്റ്ലി ബൈ ചെയ്യാനുള്ള ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സ് ആണ്. ദേ ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ ദ വെയർഹൗസ് ആൻഡ് പ്രൊവൈഡിങ് ടു ദ കൺസ്യൂമേഴ്സ് ഓൺ നീഡ്. ഓൺ റിക്വസ്റ്റ് ദേ വിൽ ബി പ്രൊവൈഡിങ്. അവിടെ ഒരു ആവശ്യമുണ്ട്, ഒരു നീഡ് ക്രിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോഴായിരിക്കും റീറ്റെയിലേഴ്സ് ആ ഗുഡ്സ് കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലിംഗ്. അല്ലെങ്കിൽ റീറ്റെയിലിംഗ് എന്താണ്, റീറ്റെയിലേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോർമലി പഠിച്ചത്. ഇനി മേജർ ഫങ്ഷൻസ് എന്താണ്? വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ്? ദീസ് ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് ആർ ഓൾ സിമിലർ, ബട്ട് വി മീ ഡിസ്കസ് സം മോർ. ദാറ്റ് ഈസ് ദ അസംബ്ലിംഗ് ഗുഡ്സ് അസംബിൾ ചെയ്യുന്നത് ഫങ്ഷൻസ് റീറ്റെയിലറിനെയാണ്. പേഴ്സണൽ സെല്ലിംഗ്, ദേ ആർ ദ വൺസ് ഹൂ ഹാവ് എ ഡയറക്റ്റ് കോൺടാക്ട് ഓർ ക്ലോസ് കോൺടാക്ട് വിത്ത് കൺസ്യൂമർ. സോ ദേ നോ വാട്ട് ആർ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, വാട്ട് ആർ ദ നീഡ്സ് ആൻഡ് വോൺസ്. സോ ഏത് ഗുഡ്സ് സെലക്ട് ചെയ്യണം, നിങ്ങൾക്ക് ഏത് ഗുഡ്സ്. നമ്മൾ ചില തുണിക്കടയിൽ പോകുമ്പോൾ അവിടുത്തെ ഷോപ്സിലെ ആൾക്കാർ പറയുന്നുണ്ടാവും ഈ ഡ്രസ്സാണ് നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിൽ നമ്മളെ അഡ്വൈസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും റീറ്റെയിലേഴ്സിന് പറ്റും. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ ഈസ് എ കൺവീനിയൻറ്റ് ലൊക്കേഷൻ. റീറ്റെയിലേഴ്സ് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ അതേ ലൊക്കേഷനുകളിലായിരിക്കും, അവർക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺവീനിയൻറ്റ് പ്ലേസസിലായിരിക്കും ഗുഡ്സ് സെൽ ചെയ്യുന്നത്. സോ ദേ വിൽ ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് മച്ച് ട്രാവൽസ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് എല്ലാം കുറയ്ക്കാൻ പറ്റും ത്രൂ ദി കൺവീനിയൻറ്റ് ലൊക്കേഷൻസ് പ്രൊവൈഡഡ് ബൈ ദ റീറ്റെയിലേഴ്സ് ടു ദ കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് ദ ക്രെഡിറ്റ് ഫെസിലിറ്റി. വി നോ ദാറ്റ് വോളിയം ഓഫ് സെയിൽസിനെ ബേസ് ചെയ്ത് റീറ്റെയിലേഴ്സ് ചിലപ്പോൾ റെഗുലർ കൺസ്യൂമേഴ്സിന് ക്രെഡിറ്റിലും കൊടുക്കാറുണ്ട്, കടത്തിലും കൊടുക്കും. എന്നിട്ട് ഇത്ര നാൾ കഴിയുമ്പോൾ തിരിച്ചടച്ചാൽ മതി എന്ന് പറഞ്ഞ റീറ്റെയിൽ ഷോപ്സുകളും ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് റിസ്ക് ബിയറിങ്. എന്തെങ്കിലും ഡാമേജ് വരുന്നു, ഡിസ്ട്രക്ഷൻ വരുന്നു, സ്പോയിലേജ് വരുന്നു ഒക്കെ അതെല്ലാം ബിയർ ചെയ്യുന്നു റീറ്റെയിലേഴ്സ് ആയിരിക്കും. കൺസ്യൂമേഴ്സ് ആവശ്യത്തിന് വന്ന് കളക്ട് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എനി ഡാമേജ് ഇറ്റ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദം അല്ലേ. ഇപ്പം നമ്മൾ വാങ്ങിയൊരു പ്രൊഡക്റ്റിനൊരു ഡാമേജ് ഉണ്ടെങ്കിൽ വി വിൽ റിട്ടേൺ ഇറ്റ് ടു ദ ഷോപ്പ് ഇറ്റ് സെൽഫ്. സോ ദേ വോണ്ട് ടു ബിയർ ദ ഡാമേജസ്, ഡിസ്ട്രക്ഷൻ ആൻഡ് സ്പോയിലേജ് ടു. നെക്സ്റ്റ് വൺ ഇസ് പേഴ്സണൽ ആൻഡ് ദ സെൽഫ് സർവീസസ്. പേഴ്സണൽ അതേപോലെ അതർ സെയിൽ സർവീസ് ഉണ്ട്. ഫ്രീ ഹോം ഡെലിവറീസ് ചിലപ്പോൾ കൊടുക്കാറുണ്ട് ചില റീറ്റെയിലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ദാറ്റ് ഇസ് കൊറോണ കൂടിയ വന്നപ്പോൾ കൂടുതൽ കുറേ ഷോപ്സുകൾ എന്ത് ചെയ്തു, ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്യും. ഇത്ര ഗുഡ്സിനെക്കാളും കൂടുതലായിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ, ഇത്ര രൂപയ്ക്ക് കൂടുതലുള്ള ഗുഡ്സ് ആണെങ്കിൽ ദേ വിൽ ഗിവ് ഇറ്റ് അറ്റ് ഹോം വിത്ത് എ സ്മോൾ ചാർജ് എന്ന രീതിയിൽ ഓഫർ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ദ പേഴ്സണൽ ആഫ്റ്റർ സെയിൽ സർവീസസ്. നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൈസിങ് മാക്സിമം റീറ്റെയിൽ പ്രൈസിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിക്സ് ചെയ്യുന്നതും റീറ്റെയിലേഴ്സ് ആയിരിക്കും. ദാറ്റ് ഇസ് MRP. ദ പ്രൈസ് ഓഫ് ദ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് are marked with the MRP. This MRP includes the റീറ്റെയിലേഴ്സ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഓൾസോ. റീറ്റെയിലേഴ്സ് കിട്ടേണ്ട ഒരു ചെറിയൊരു മാർജിൻ ഉണ്ടാവുമല്ലോ,
നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മേലെ പ്രോഫിറ്റില്ല, അതും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് ദ മാർക്കറ്റ് ഇൻഫർമേഷൻ. മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിലേഴ്സിനല്ലേ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളു. അപ്പോൾ കസ്റ്റമറിൻ്റെ നീഡ്സ് എന്താണ്, വാട്ട് ആർ ദ വോൺസ്, വാട്ട് ആർ ദ ലൈക്സ്, വാട്ട് ആർ ദ ഡിസ്ലൈക്സ്, വാട്ട് ആർ ദ ട്രെൻഡ്സ്, ഇപ്പോഴത്തെ കസ്റ്റമറിൻ്റെ ട്രെൻഡ് എന്താണ്, ഇതെല്ലാം അനുസരിച്ച് വർക്ക് ചെയ്യാനും ഒരു റീറ്റെയിലറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. So we have discussed what is meant by retailing, its importance and also the functions. ഇതേപോലെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചേഴ്സിനും അതേപോലെ കൺസ്യൂമേഴ്സിനും. പല രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ്? നേരത്തെ നമ്മൾ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചറിനും കൺസ്യൂമേഴ്സിനും എന്തെല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കണ്ടായിരുന്നു. ഇനി റീറ്റെയിലേഴ്സ് എന്തെല്ലാം സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ്, ദേ പ്രൊവൈഡ് എ റെഡി മാർക്കറ്റ് ഫോർ ദ ഗുഡ്സ്. മാനുഫാക്ചേഴ്സിന് റെഡി മാർക്കറ്റായിട്ട് കൊടുക്കുക റീറ്റെയിലേഴ്സ്. മാനുഫാക്ചർ ഒരിക്കലും ഗുഡ്സ് സെല് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ട കാര്യം ചെയ്യേണ്ടതില്ല. ദ റീറ്റെയിലേഴ്സ് വിൽ ഡു ദാറ്റ് ഫംഗ്ഷൻ ബൈ പ്രൊവൈഡിങ് എ റെഡി മാർക്കറ്റ് ഫോർ ദെയർ ഗുഡ്സ്. നെക്സ്റ്റ്, ദേ പോപ്പുലറൈസ് ദ ന്യൂ പ്രൊഡക്ട്സ് ടു ദ വിൻഡോ ഡിസ്പ്ലേ ഓർ എക്സിബിഷൻ. ഓരോ റീറ്റെയിലേഴ്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് അതിനുള്ള പരസ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൻഡോ ഡിസ്പ്ലേയിലൂടെ അഡ്വർടൈസ്മെൻറ്റ്സ് പിടിക്കുകയും ന്യൂ കസ്റ്റമേഴ്സിനെ ന്യൂ പ്രൊഡക്ട്സ് ഫെമിലിയറൈസ് ചെയ്യുന്നതും എല്ലാം റീറ്റെയിലേഴ്സ് ആയിരിക്കും. ആൻഡ് ദ ഹോൾസെയിലേഴ്സ് ഓർ ദി മാനുഫാക്ചേഴ്സ് ഡു നോട്ട് വോണ്ട് ടു പ്ലേ എ റോൾ ഇൻ displaying. Okay, next one is they provide the reliable market information to the producers. എന്തെല്ലാമാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, വാട്ട് ആർ ദി കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ഓൾസോ അബൌട്ട് ദി കസ്റ്റമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, ദ വോൺസ് ആൻഡ് നീഡ്സ്. ഇതെല്ലാം പ്രൊഡ്യൂസേഴ്സിന് അറിയണം. എന്നാൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുണ്ടാവുള്ളൂ. സോ ദാറ്റ് ഇൻഫർമേഷൻ ഇസ് ഓൾസോ പ്രൊവൈഡഡ് ബൈ ദീസ് retailers. Next one, they relieve the manufacturers from the task of distribution of goods. ഗുഡ്സ് ഓരോ കൺസ്യൂമേഴ്സിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ വേണ്ടി ഹോൾസെയിലേഴ്സിന് വളരെ ഹെക്ടിക് ടാസ്ക് ആയിരിക്കും. സോ ദാറ്റ് ഹെക്ടിക് ടാസ്ക് ഇസ് റെഡ്യൂസ്ഡ് ഓർ ഇറ്റ് ഇസ് സിംപ്ലിഫൈഡ് ബൈ ദീസ് റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് കുറച്ചായിട്ട് കളക്ട് ചെയ്തിട്ട് ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പിന് അടുത്തുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചോളും. സോ ദ wholesalers are relieved with this transportation or the task of distribution. Next, it enables the manufacturers to carry large scale production. Retailers ഒരുവിധം ബൾക്കായിട്ടല്ലെങ്കിലും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും വാങ്ങുന്നത്. സോ ദ ഹോൾസെയിലേഴ്സ് ക്യാൻ ഓൾസോ ബൈ, അവർക്കും അതേപോലെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും വാങ്ങാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങി വെക്കാൻ പറ്റും അവരുടെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇസ് enabled by these retailers. Next and the last one is they promote the sales through the gifts premium coupons. സെയിൽസ് കൂട്ടാൻ വേണ്ടി അവർ പല രീതിയിലുള്ള ഗിഫ്റ്റ് കൂപ്പൺസ് അല്ലെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സ് അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ സെയിൽസ് കൂട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ആമസോണിൽ സ്ഥിരം പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബിക്കം ദ പ്രൈം മെമ്പേഴ്സ് എന്ന കാറ്റഗറി വരുന്നു. സോ വി വിൽ സംടൈംസ് വി കോൺഫിഡൻറ്റ് ഓർ വി വിൽ ബി ഫോഴ്സ്ഡ് ബൈ അഗെയിൻ. ഇനിയും നെക്സ്റ്റ് പർച്ചേസ് നമുക്ക് ആമസോണിൽ നിന്ന് ചെയ്യാം എന്ന രീതിയിലൊരു കോൺഫിഡൻസ് ഒരു കസ്റ്റമേഴ്സിനുണ്ടാക്കും. ദിസ് ഈസ് ഓൾസോ ഡൺ ബൈ ദീസ് റീറ്റെയിലേഴ്സ്. So these are the major functions or the services provided by the retailers to the wholesalers or the manufacturers as a whole. അതേപോലെ തന്നെ നമ്മൾ കുറേ കൺസ്യൂമേഴ്സിനും റീറ്റെയിലേഴ്സ് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈസി ഡെലിവറി അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ മേജർ ഫങ്ഷൻസ് പ്രൊവൈഡ് ബൈ ദീസ് റീറ്റെയിലേഴ്സ് ടു ദി കൺസ്യൂമേഴ്സ് ആർ ദ റീറ്റെയിലേഴ്സ് കീപ് റെഡി സ്റ്റോക്ക് ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, കുറേ വെറൈറ്റി ഓഫ് ഗുഡ്സ്. അപ്പോഴാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റുക. ആ റെഡി സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യാൻ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആക്കുന്നതും റീറ്റെയിലേഴ്സാണ് കൺസ്യൂമേഴ്സിന് വേണ്ടി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സർവീസ് പ്രൊവൈഡഡ് ടു ദ കൺസ്യൂമർ. സെക്കൻഡ് വൺ ഇസ് ദേ ഹെൽപ്പ് ടു നോ ദി എൻട്രൻസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഓർ ബ്രാൻഡ്സ്. നമ്മുടെ കൺസ്യൂമേഴ്സ് പെട്ടെന്ന് നമ്മളായ കൺസ്യൂമേഴ്സിനത് പെട്ടെന്ന് ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് എന്ന് അറിയുന്നത് റീറ്റെയിലേഴ്സിന് കൂടെ ആയിരിക്കും. അവർ ആ ന്യൂ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ വിൻഡോ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വന്നു എന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അറിയാൻ പറ്റുന്നു. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സർവീസ് പ്രൊവൈഡഡ് ടു ദി കൺസ്യൂമർ. തേർഡ് വൺ ഇസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ഒരു ഹോൾസെയിലറിൽ നിന്ന് കയ്യിൽ നിന്ന് നമുക്കൊരു സാധനം വാങ്ങാൻ പറ്റത്തില്ല. ദേ വിൽ ബി ഗിവിങ് ഓൺലി ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്.
അവർ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസുകളെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇഫ് യു വോണ്ട് ബൈ ഒന്നോ രണ്ടോ മാത്രം ഒരു പ്രൊഡക്റ്റിൻ്റെ ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റി മാത്രം മതിയെങ്കിൽ ഇറ്റ് വിൽ ബി ഓൺലി പോസിബിൾ ഇഫ് യു ആർ സീയിങ് എ റീറ്റെയിലർ. ഒരു റീറ്റെയിൽ ഷോപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ഒന്നോ രണ്ടോ എന്ന സ്മോൾ ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതർവൈസ് വി മേ ഹാവ് ടു ബൈ ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ദേ പ്രൊവൈഡ് ദ ചോയ്സ് ടു ദ കൺസ്യൂമേഴ്സ്. നമ്മൾ ഓരോ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന പല പല ഹോൾസെയിലേഴ്സിൽ നിന്ന് കുറച്ച് ഗുഡ്സ് വെച്ച് കളക്ട് ചെയ്തിട്ടായിരിക്കും അവരുടെ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് ദ കസ്റ്റമേഴ്സ് വിൽ ഹാവ് എ ഗ്രേറ്റർ ചോയ്സ്. പല ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ടാവും. ഒരേ ഗുഡ്സ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ ബേസ്ഡ് ഓൺ ദെയർ പ്രിഫറൻസസ് ഓർ ടേസ്റ്റ് ഓർ ദി ചോയ്സസ് ദ കസ്റ്റമേഴ്സ് ആർ പ്രൊവൈഡഡ് to purchase anything as per their choice. And the next one is they grant the credit facility to their customers. ചില കസ്റ്റമേഴ്സിന് ലോയൽ കസ്റ്റമേഴ്സ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദ റീറ്റെയിൽ ഷോപ്സ് യൂഷ്വലി പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി. ദ കസ്റ്റമേഴ്സ് നീഡ് ടു പേ ഓൺലി ആഫ്റ്റർ സം ടൈം. ഒരു ടൈം പീരീഡ് വെച്ച് ആ ടൈമിന് ശേഷം മതിയായിരിക്കാം. അതല്ലെങ്കിൽ ഇത്ര ഇൻ്റർവെൽ വെച്ചിട്ട് അടച്ചു തീർത്താൽ മതി. EMI ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാറില്ലേ? ഒരു ബൈക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങുമ്പോൾ ഓർ എനി ഇലക്ട്രോണിക് ഡിവൈസസ് the shops provide the EMI facility. That is a credit facility. We just want to pay at first as initial amount, and in future purchases we want to give the remaining amount. That is the credit facility provided to the consumers or the customers by these retailers. And the last, they provide the close contact with the consumers. ആയിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട്, അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് അറിയാനും റീറ്റെയിലേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. സോ ദ കൺസ്യൂമേഴ്സ് ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ റീറ്റെയിലേഴ്സ് ആൻഡ് ടെൽ അബൌട്ട് വാട്ട് ദേ റിക്വയർ, വാട്ട് ഇസ് ദെയർ പ്രിഫറൻസ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രോത്ത്സ് പ്രൊവൈഡ് ചെയ്യാനും റീറ്റെയിലേഴ്സിനാണ് പറ്റുന്നത്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് mainly the functions and the services provided by the various intermediaries. The intermediaries like the wholesalers and retailers. What are their functions? First, we have discussed the functions or the services of wholesaler to the manufacturer, then to the retailers. Then we have studied what is meant by the retailing and its importance and the relevance and the major functions of retailing. And next we have studied the services of the retailers to a manufacturer and also to a consumers. With this, we can end today's lecture. You just want to go through this lecture and study well. Okay, we can meet in the next lecture. Thank you.